ഞാൻ എം.പി. യൂനസ്, കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പറാണ്. 2010-ലും അതുപോലെ തന്നെ 2020-ലും തുടർച്ചയായി പഞ്ചായത്ത് മെമ്പറായി. ഒരു പഞ്ചായത്തിൻ്റെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ സജീവമായി പൊതുരംഗത്ത് നിൽക്കുമ്പോൾ എനിക്കൊരു അനുഭവമുണ്ടായാൽ ആ അനുഭവം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ഒരു ചെറിയ ഉദ്ദേശത്തോടു കൂടി ഞാനൊരു കുറിപ്പ് എഴുതിയിട്ടു. പൊതുജനമറിയാൻ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഹൈടെക് ഹോസ്പിറ്റലുകളിൽ ഏറ്റവും നല്ല സജ്ജീകരണത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് രാജഗിരി ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലുകളിൽ ചെന്നപ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം, ആ അനുഭവം ഒരു കുറിപ്പായി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ, എൻ്റെ വാർഡിലെ ഗ്രൂപ്പിൽ, എൻ്റെ നാട്ടിലെ കുന്നത്തുനാട് മണ്ഡലത്തിലെ അല്ലെങ്കിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു കുറിപ്പായി ഞാൻ എഴുതിയിട്ടു. എനിക്കുണ്ടായ അനുഭവം ഇതാണ്. ആ അനുഭവം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത്യാഹിത വിഭാഗത്തിൽ അല്ലെങ്കിൽ അടിയന്തരമായി ഒരു ഹോസ്പിറ്റൽ ചെന്നാൽ ആ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന സംഭവങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായും എന്ത് വിമർശനങ്ങളുണ്ടെങ്കിലും എന്ത് ആക്ഷേപമുണ്ടെങ്കിലും അത് പറഞ്ഞിരുന്നേ ചരിത്രമുള്ളൂ. 10/7/2025 രാജഗിരിയിൽ ചെന്നപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായ തിക്ത അനുഭവം ഞാനൊരു കുറിപ്പായി എൻ്റെ വാട്സപ്പിലിട്ടപ്പോൾ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൈറലായി മാറാൻ കാരണം അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും മാതൃകയാവുന്നത്. ഈ പറയുന്ന രാജഗിരി ഹോസ്പിറ്റൽ ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്യാനോ അല്ലെങ്കിൽ രാജഗിരിയെ തരം താഴ്ത്തി കാണിക്കാനോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ ഇല്ലായ്മ ചെയ്യാനോ വേണ്ടിയല്ല. ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരാളെയും കൂട്ടി അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനെയും കൂട്ടി ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ ഉത്തരവാദിത്തപ്പെട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മുതൽ മെഡിക്കൽ ഉദ്യോഗസ്ഥർ മുതൽ PRO മുതൽ ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായി നിർവഹിച്ചു പോയാൽ ഏതൊരു ഹോസ്പിറ്റലിനെയും നല്ല പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കും. പക്ഷേ ഇവിടെ ഉണ്ടായത് അതല്ല. അതിൻ്റെ തുടക്കം മുതൽ പറഞ്ഞപ്പോൾ അത് ഒരു ഭാഗത്തേക്ക് മാത്രം ആ വിഷയം മുന്നോട്ട് പോയി. ഇതിൻ്റെ തുടക്കം സമരിറ്റൻ ഹോസ്പിറ്റലിൽ 2 മണിക്കൂറോളം ശുശ്രൂഷിച്ചതിന് ശേഷം അവിടെ നിന്ന് ഈ കുട്ടിയെ രാജഗിരിയിലേക്ക് മാത്രം കൊണ്ടുപോയാൽ മാത്രമേ ഈ സർജറി സാധിക്കുകയുള്ളൂ എന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഹോസ്പിറ്റൽ പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജഗിരിയിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായ അനുഭവം ഒരു കുറിപ്പായി എഴുതിയപ്പോൾ എവിടേക്കോ ആർക്കൊക്കെയോ എന്തിനു കൊണ്ടു, എന്താ അതിൻ്റെ ആവശ്യം? ഞാനിട്ട കുറിപ്പിൽ ആ പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിച്ച് പോകേണ്ട ഉത്തരവാദിത്തം രാജഗിരി ഹോസ്പിറ്റലിനുണ്ട്. ഞാൻ ഈ വോയിസ് ഇപ്പോൾ ഇടുമ്പോൾ, ഇന്ന് ഈ ദിവസം ഈ വോയിസ് ഇടുമ്പോൾ രാജഗിരി അത് കറക്റ്റായി നിർവഹിച്ച് മുന്നോട്ട് പോകുന്നു. നമ്മളതിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അവരുടെ പോരായ്മകൾ പറഞ്ഞപ്പോൾ അത് അവർ ഉൾക്കൊണ്ടുകൊണ്ട് അവർ ആ നിർദ്ദേശങ്ങൾ ആ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് തുടർന്ന് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഹോസ്പിറ്റലിൽ ഒരു അപകടമുണ്ടായി, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ആ രാജഗിരി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് അത് നല്ല രീതിയിലുള്ള ഒരു ചികിത്സ കിട്ടുക എന്ന ഒറ്റ കർത്തവ്യം മാത്രമാണ് നമ്മൾ നിർവഹിച്ചത്. പക്ഷേ അതിൻ്റെ പേരിൽ ആരെയൊക്കെ വെള്ള പൂശാൻ, ആ മാനേജ്മെൻറ്റിലുള്ള ആരുടെയെങ്കിലും പോരായ്മകൾ വെള്ള പൂശിക്കൊണ്ട് അവരെ നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പ്രവണത ആ നാട്ടിലുണ്ടായി. രാജഗിരി ഹോസ്പിറ്റലിലിരിക്കുന്ന അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ അതിനെ വിമർശിച്ചു. അദ്ദേഹം അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞു. തുടക്കത്തിൽ മുതൽ 1,60,000 പറയുന്നത് വരെ അദ്ദേഹം അവിടെ ഉണ്ടായുള്ളൂ. ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കയർത്തുകൊണ്ട് എതിർത്ത് പോയ ആ പൊതുപ്രവർത്തകൻ, അദ്ദേഹം ഏത് രീതിയിലാണ് പൊതുപ്രവർത്തകൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം നടന്ന ഒരു സംസാരത്തിലോ ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയങ്ങളിലോ ആ പൊതുപ്രവർത്തകൻ അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ ഈ പറയുന്ന വാക്കുകൾ തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുന്നത്? അതും കഴിഞ്ഞു. ഇത്രയും വിഷയങ്ങൾ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞതല്ലാതെ
എൻ്റെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ FB ഗ്രൂപ്പിൽ MB യൂനസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്കിൽ ഞാൻ ഇത് ഇട്ടില്ല. പക്ഷേ ഇത് വൈറലായപ്പോൾ മറ്റ് ജനങ്ങൾ അത് ഫേസ്ബുക്കുകളിലൂടെ ഇട്ടു. ഞാൻ അപ്പോഴും ലൈവായി ഒരു മറുപടി കൊടുത്തില്ല. ആ സ്വാഭാവികം ജനങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്നും ഇത് ഇനി മേലാൽ ആവർത്തിക്കാതെ രാജഗിരി മുന്നോട്ട് പോകട്ടെ എന്ന നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ എന്നെ വളരെ മോശമായി ഒരു നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ 10-25 വർഷം പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പേര് ഒരു മുസ്ലിം ആയതുകൊണ്ട് ഇദ്ദേഹം മുസ്ലിം തീവ്രവാദിയാണ് എൻ്റെ പേരെടുത്തുകൊണ്ട് ഞാനൊരു മുസ്ലിം തീവ്രവാദിയാണെന്ന് പറയാൻ മറുനാടൻ മലയാളിയുടെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സാജൻസ്കറിയ അദ്ദേഹത്തിന് എന്ത് ഉത്തരവാദിത്തമുണ്ട്? അദ്ദേഹമാണ് ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താണ്? ഒരു മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ എന്തെങ്കിലും കാരണം കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ തീവ്രവാദവുമായോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു വാഗ്വാദം നടത്തുകയോ ചെയ്യാത്ത എന്നെപ്പറ്റി ഒരു മുസ്ലിം തീവ്രവാദി എന്ന് പറയാൻ എന്ത് യോഗ്യത ഇദ്ദേഹത്തിനുണ്ട്? ഇദ്ദേഹം ഒരു പത്രമാധ്യമം അല്ലെങ്കിൽ ഒരു ദൃശ്യ ആവിഷ്കാരം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചാനലിലൂടെ മറുനാടൻ മലയാളിയിലൂടെ പുറത്തേക്ക് വിടുമ്പോൾ രണ്ട് പക്ഷവും കേൾക്കണ്ടേ? വാദിയുടെയും പ്രതിയുടെയും കേൾക്കണ്ടേ? വാദിയോട് ചോദിക്കുന്ന പോലെ പ്രതിയോടും ചോദിക്കണ്ടേ? ഇതുണ്ടായോ? ഏതെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഏതെങ്കിലും ആരെങ്കിലും ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് സത്യമെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ പുറത്തേക്ക് വിടുന്ന വായിൽ നിന്ന് മോശം വാക്ക് പറയുന്ന ഈ മറുനാടൻ മലയാളിയുടെ സാജസ്കറിയാക്ക് എന്ത് യോഗ്യതയുണ്ട്? നിങ്ങൾ എന്നെപ്പറ്റി എന്താ പഠിച്ചിരിക്കുന്നത്? ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്ന കാലഘട്ടം മുതൽ എൻ്റെ പ്രതിദാനം ചെയ്യുന്ന ഡിവിഷൻ, ആ ഡിവിഷനിൽ നിങ്ങളൊന്ന് അന്വേഷിക്കണം. നിങ്ങൾ ചെയ്യേണ്ട കടമ അതല്ലേ? ഞാൻ എന്ത് വർഗീയവാദം ഉയർത്തിയെന്ന്? എൻ്റെ വാർഡിൽ തന്നെയാണ് ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, അമ്പലം, ഇത് മൂന്നും പ്രതിദാനം ചെയ്യുന്ന ആ വാർഡിലെ ഒരു പ്രതിനിധിയെ ഞാൻ. അവിടെ ഉത്സവം വന്നാലും, ക്രിസ്ത്യൻ പള്ളിയിൽ പെരുന്നാൾ വന്നാലും, മുസ്ലിം പള്ളിയിൽ വലിയ പെരുന്നാൾ വന്നാലും, വേറെ എന്ത് നബിദിനം വന്നാലും എല്ലാത്തിലും അതിൻ്റെ പങ്കാളിത്തം എന്നല്ല, അതിൻ്റെ മുമ്പിൽ നിന്ന് അവർക്ക് വേണ്ടി രാവും പകലും ഏതാവശ്യം വിളിച്ചാലും അതിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുപോലെ തന്നെ വർഷങ്ങളായി ഞാൻ ആ മേഖലയിൽ സജീവമായി പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നു. അത് ജാതി നോക്കിയോ മതം നോക്കിയോ ഒന്നുമല്ല. ഏത് രീതിയിൽ ഏതൊക്കെ ചെയ്യാൻ പറ്റുമോ അതേ രീതിയിൽ ചികിത്സാ സഹായങ്ങളും മറ്റ് എന്ത് ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്നോ ഏത് ഭാഗത്തു നിന്നും കിട്ടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ആരും ഒരു വർഗീയത പറഞ്ഞിട്ടില്ല. ഇന്നവരെ പറയാൻ ഞാൻ അനുവദിച്ചിട്ടില്ല, അവസരം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ നിങ്ങളുടെ വായിൽ നിന്ന് ആ വർഗീയത വന്നപ്പോൾ, ആ വർഗീയ വാക്കുകൾ വന്നപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഇത് പറയാൻ പാടുണ്ടോ എന്ന് നിങ്ങളത് ശ്രദ്ധിച്ചില്ല. ഈ മെയ് മാസത്തിൽ നിങ്ങളൊന്ന് വന്ന് അന്വേഷിക്കുക. അല്ലെങ്കിൽ FBയിൽ ഫേസ്ബുക്കിൽ എൻ്റെ മെയ് മാസത്തിൽ ഞാൻ നടത്തിയ പഠനോപകരണ വിതരണം നിങ്ങളൊന്ന് നോക്ക്. ഇന്ന് രാജഗിരിയിൽ ഈ വിഷയം ഉണ്ടാവും എന്ന് കണ്ടുകൊണ്ടുണ്ടാക്കിയതല്ല. മെയ് മാസത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ വാർഡിൽ നടന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാണണം. സാധാരണക്കാരായ വാർഡിലെയും പരിസര വാർഡുകളിലെയും എല്ലാ കുട്ടികൾക്കും പഠനോപകരണ വിതരണം നടത്തി. ആരാ നടത്തിയെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങളൊന്ന് അന്വേഷിക്കുക. അല്ലെങ്കിൽ FBയിൽ കയറി നോക്ക്. ചെറുതോട്ടുകുന്നേൽ പള്ളിയിലെ ഫാദർ, കീരൻകുഴി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂജാരി, പിണർമണ്ട മുസ്ലിം ജമാഅത്തിലെ ഖത്തീബ്, ഈ 3 പേര് കൂടിയാണ് അത് ഉദ്ഘാടനം നിർവഹിച്ചത്. നിങ്ങളൊന്ന് കാണണം. മാത്രവുമല്ല, നിങ്ങൾ ഈ വാക്ക് പറയുമ്പോൾ എൻ്റെ വാർഡിൻ്റെ തൊട്ടടുത്ത വാർഡിൽ ഉള്ള ഒരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം ബ്ലഡ് ക്യാൻസറായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ചികിത്സാ സഹായത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ. അദ്ദേഹം ഒരു മുസ്ലിമല്ല, ഒരു ക്രിസ്ത്യനല്ല, ഒരു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന അദ്ദേഹത്തിനെ ഞാൻ ജാതി നോക്കിയോ മതം നോക്കിയോ അല്ല സഹായിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കണം. എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ എൻ്റെ ഈ പോസ്റ്റ് കണ്ടതിന് ശേഷം നിങ്ങളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു.
എങ്ങനെയായിരിക്കണമെന്നറിയുമോ? ഞാൻ പ്രതിദാനം ചെയ്യുന്ന പഞ്ചായത്ത് കുന്നത്തുനാട്. ആ കുന്നത്തുനാട് പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ഞാൻ കുന്നത്തുനാട് പഞ്ചായത്തിലെ 18 വാർഡിൽ ഇന്ന വാർഡിൽപ്പെട്ട ആളാണെന്നും ഈ MB യൂനുസ് എന്ന് പറഞ്ഞ ഈ വ്യക്തി, ഈ ജനപ്രതിനിധി, ഈ പൊതുപ്രവർത്തകൻ തനി വർഗീയവാദിയാണ് എന്ന് പറയുന്ന അന്നേ ദിവസം പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ? എനിക്കതാണ് ചോദിക്കാനുള്ളത്. ആ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണം. ആ വെല്ലുവിളിക്ക് മറുപടി തരണം. എന്നെ വർഗീയവാദിയായി ചിത്രീകരിച്ച നിങ്ങളോട് വീണ്ടും പറയുന്നു, ഞാൻ രാജഗിരിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയ കുട്ടിയെ ഒരു മുസ്ലിം സംഘടനയുടെ ഹോസ്പിറ്റലിലല്ല കൊണ്ടുപോയത്. മെഡിക്കൽ ട്രസ്റ്റ് എന്ന ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അവരുടെ ഒരു കീഴിൽ നിൽക്കുന്ന ഒരു മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് ആ കുട്ടിയെ ഞാൻ ചികിത്സക്ക് കൊണ്ടുപോവുകയും 37,000 രൂപക്ക് ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ കൊടുന്നാക്കുമ്പോൾ അത് ജനങ്ങളോട് പറയാനുള്ള പ്രതിബദ്ധത എനിക്കില്ലേ? എൻ്റെ വാട്സപ്പിൽ അതിൻ്റെ അവകാശം എനിക്കില്ലേ? ആ അവകാശം ഞാൻ നിർവഹിച്ചപ്പോൾ നിങ്ങൾ ആരുടെ പണം കണ്ടുകൊണ്ട് അതിൻ്റെ പുറകെ പോയി എനിക്കെതിരെ സൈബറിലും ആലുവ എടത്തല പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്ത് എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ ഭീഷണിയുടെ മുഖം കാണിക്കൊണ്ട് എന്നെ ഒതുക്കാമെന്നുള്ള ശ്രമം ആരുടെയും മുഖത്തുണ്ടെങ്കിൽ സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, പാവപ്പെട്ടവനു വേണ്ടി എന്നും അന്നും എന്നും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുന്നത്തുനാട് പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്ന, അല്ലെങ്കിൽ കുന്നത്തുനാട് പഞ്ചായത്തിൻ്റെ പിണർമുണ്ടയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലും ഞാൻ നിങ്ങളുടെ അത്രയും ഉയർന്നിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് പറയാൻ പറ്റാത്ത വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതിന് നിങ്ങൾ ക്ഷമ പറയണം. ഇല്ലെങ്കിൽ ഇതിന് പരിഹാരമുണ്ടാക്കണം. തെറ്റായ റിപ്പോർട്ടുകൾ കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുന്ന ആ രീതി നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.